ക്രൈസ്തവ സഭാവിശ്വാസിലെ കണ്ണീരിലാഴ്ത്തി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്ത വിടവാങ്ങുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുവിശേഷ പ്രഭാഷകനായിരുന്നു ഡോക്ടർ കെ.പി. യോഹന്നാൻ. തൻ്റെ ആത്മീയാത്ര എന്ന റേഡിയോ പ്രോഗ്രാം ക്രൈസ്തവ ജനതയ്ക്ക് എന്നും ഒരു ആശ്വാസമായിരുന്നു. തൻ്റെ ലളിതമായ പ്രസംഗശൈലി ജനഹൃദയത്തെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒന്നായിരുന്നു. തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മകനായി 1950 യോഹന്നാൻ ജനിച്ചത്. ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ.പി. യോഹന്നാൻ ശതകോടികളുടെ ആസ്തിയുള്ളവനായി വളർച്ച പ്രാപിച്ചു. മെഡിക്കൽ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേരളത്തിൽ മാത്രം ശതകോടികളുടെ ആസ്തിയാണ് ബിലീവേഴ്സ് ചർച്ചിനുള്ളത്. അദ്ദേഹത്തിന് കീഴിലുള്ള ഗോസ്പൽ ഏഷ്യയ്ക്ക് വിദേശ രാജ്യങ്ങളിലും ആസ്തിയുണ്ട്. കുട്ടനാട്ടിൽ അക്കാലത്ത് വ്യാപകമായി താറാവ് കൃഷിയിൽ ഏർപ്പെട്ടു വരികയായിരുന്നു കുടുംബം. കുട്ടിക്കാലത്ത് യോഹന്നാനും ആ പണി ചെയ്തിരുന്നു. എന്നാൽ കൗമാരകാലത്തു തന്നെ അദ്ദേഹം ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു. കവലകളിൽ സുവിശേഷം പ്രസംഗിച്ച് നടന്ന വെറും ഒരു പാസ്റ്റർ മാത്രമായിരുന്നു അക്കാലത്ത് യോഹന്നാൻ. 16-ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നത് യോഹന്നാൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി. W.A. ക്രിസ്വൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് ചേർന്നു. 1974 അമേരിക്കയിലുള്ള ഡാളസിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു. ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കിയ യോഹന്നാൻ നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ച് പാസ്റ്ററായും പിന്നീട് വൈദിക ജീവിതം നടത്തുകയുണ്ടായി. ഓപ്പറേഷൻ മൊബിലൈസേഷൻ യോഹന്നാനൊപ്പം സേവനം ചെയ്ത ഗിസലെ യോഹന്നാൻ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് വിവാഹം കഴിച്ചു. ഇതും യോഹന്നാൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി. ഇവർക്ക് 2 മക്കളുണ്ട്. 1978 ഭാര്യയുമായി ചേർന്ന് ടെക്സാസിൽ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചു. ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ.പി. യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിന് ശേഷം 1983 തിരുവല്ല നഗരത്തിന് ചേർന്ന് മഞ്ഞാടിൽ ഗോസ്പൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചു. ആത്മീയ യാത്ര എന്ന പ്രതിദിന സുവിശേഷ പ്രഘോഷണം റേഡിയോയിലൂടെ അവതരിപ്പിച്ചു. സുവിശേഷമായ ശൈലിയുടെ അദ്ദേഹം സുവിശേഷ വേലയിൽ ഏർപ്പെട്ടു. തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ 1980 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗോസ്പൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടന. തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിൻ്റെ മക്കളായ കെ.പി. ചാക്കോ, കെ.പി. യോഹന്നാൻ, കെ.പി. മാത്യു എന്ന 3 സഹോദരന്മാരിൽ ഈ സംഘടന രൂപം കൊണ്ടു. ഇതൊരു പൊതു മതപര ധർമ്മ സ്ഥാപനമായിട്ടാണ് പ്രവർത്തിച്ചത്. ഈ സംഘടന ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്നും 1991 ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിലും പിന്നീട് രൂപം മാറി. 2003 ആത്മീയ യാത്ര ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി മാറി. അപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൽ മെത്രാനില്ലായിരുന്നു. പിന്നീട് നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തനേഷ് യോഹാൻ മെത്രാപ്പൊലീത്ത പ്രഥമൻ എന്ന പേരിൽ യോഹന്നാൻ സ്വയം അഭിഷിക്തനായി. CSI സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് K.J. സാമുവലാണ് അദ്ദേഹത്തെ അഭിഷേകം നടത്തിയത്. എന്നാൽ ഇതിനെതിരെ നിരവധി പരാതികളുണ്ടായി. അൽമായനായ യോഹന്നാൻ്റെ മെത്രാഭിഷേകം വ്യാജമാണെന്ന ആരോപണം നിലവിൽ വന്നു. തുടർന്ന് സാമുവലിനും മോഡറേറ്റർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ യോഹന്നാൻ മെത്രാൻ തൻ്റെ സഭയിലേക്ക് കുട്ടി മെത്രാന്മാരെ സ്വയം കൈവയ്പ് ശുശ്രൂഷ നൽകി വാഴിച്ച് വലിയ മെത്രോപൊലീത്തയായി മാറിയിരുന്നു. എന്നാൽ നിലവിലുണ്ടായിരുന്ന ആരോപണങ്ങളുടെ ശക്തി ക്ഷയിച്ചു വന്നു. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആയി മാറി. ഇതിന് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ശക്തമായ സാന്നിധ്യമുണ്ട്. നിലവിൽ സഭയിൽ 30 ബിഷപ്പുമാരുണ്ട്. ബിലീവേഴ്സ് ചർച്ചിന് ഇപ്പോൾ ശതകോടികളുടെ ആസ്തിയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ
തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങൾ പ്രധാനമായത്. SNDP മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുൻ അംഗവുമായിരുന്ന MB ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോന്നി ശാശ്വതികാനന്ദ ആശുപത്രി ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥയിലാണ് നിലകൊള്ളുന്നത്. തിരുവല്ല, തൃശ്ശൂർ ഇവിടങ്ങളിലേക്ക് സഭയ്ക്ക് റെഡ്യൂഷ്യൻസ് സ്കൂളുകളുണ്ട്. റാന്നി, പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ്, കാർമൽ ട്രസ്റ്റിൽ നിന്നും ബിലീവേഴ്സ് ചർച്ച് വാങ്ങി. ആത്മീയ യാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനോടൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിൻ്റെ ഓഹരികളും യോഹന്നാൻ സ്വന്തമായിട്ടുണ്ട്. ആത്മീയാത്ര എന്ന ചാനൽ പിന്നീട് നിർത്തലാക്കി. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വൻ നിക്ഷേപമുണ്ട് യോഹന്നാൻ. കേരളത്തിൽ അങ്ങോളമായി 20,000 ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലായി സഭയ്ക്കുണ്ട്. ബിലീവേഴ്സിൻ്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഏഷ്യയുടെ പേരിലും വിവിധ ഇടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. KP യോഹന്നാന് കീഴിലുള്ള സംഘടനകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് 2012 ബിലീവേഴ്സ് ചർച്ചിനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 1990 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്നായി 2 ട്രസ്റ്റുകൾക്കുമായി 1,544 കോടി രൂപ ലഭിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. ഈ പണം ഉപയോഗിച്ച് 19,000 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതായും സംസ്ഥാനത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിച്ചതായും കണ്ടെത്തിയിരുന്നു. വിദേശ സംഭാവനകളുടെ സ്വീകരണം, ക്രയവിക്രയം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ വിദേശ രാജ്യങ്ങളും ബിലീവേഴ്സ് ചർച്ചിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്.